ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു കണ്ണാടിയിൽ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ചിന്ത. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം. പ്രകൃതിയുടെ പൂർണ്ണ വളർച്ച എത്തിയതാണ് മനുഷ്യന്റെ കോൺഷ്യസ്നെസ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജർമ്മൻ ഐഡിയലിസത്തിൻ്റെ വക്താക്കളായ ഫിച്ചെ, ഷെല്ലിംഗ്, ഹെഗൽ എന്നിവരുടെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇവരെ മൂന്ന് പേരെയുമാണ് ഫിച്ചെ, ഷെല്ലിംഗ്, ഹെഗൽ ഇവരെ മൂന്ന് പേരെയുമാണ് ജർമ്മൻ ഐഡിയലിസത്തിൻ്റെ വക്താക്കൾ എന്ന് പറയപ്പെടുന്നത്. ഇവരിൽ നിന്നാണ് റൊമാൻറ്റിസിസം എന്ന ഒരു ചിന്താരീതി സാഹിത്യത്തിലും കലയിലുമൊക്കെ വളർന്നു വന്നത്. എന്താണ് ശരിക്ക് റൊമാൻറ്റിക് കലകൾ എന്നറിയണമെങ്കിൽ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ ഷെല്ലിങ്ങിൻ്റെ ഐഡിയയിൽ നിന്ന് എങ്ങനെയാണ് റൊമാൻറ്റിസിസം വരുന്നതെന്ന് കാണിക്കാനും അതിലെങ്ങനെയാണ് ഷെല്ലിങ്ങിനെ വ്യത്യസ്തമായിട്ട് ഹെഗൽ പറയുന്നതെന്നും ചൂണ്ടിക്കാണിക്കാനുമാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. ഈ റാഷണലിസത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഐഡിയലിസം മുന്നോട്ട് വരുന്നത്. റാഷണലിസത്തിൻ്റെ വക്താവായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ദെക്കാർത്ത്. റെനെ ദെക്കാർത്താണ് റാഷണലിസത്തിൻ്റെ ആധുനിക ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് ശാസ്ത്രം പുതിയ രൂപം പ്രാപിച്ച് വളരുന്നത്. അതുകൊണ്ട് മോഡേണിസത്തിൻ്റെ ആരംഭം ദെക്കാർത്തിൽ നിന്നാണ് എന്ന് തത്വശാസ്ത്ര ചരിത്രം പഠിപ്പിക്കുന്നു. ദെക്കാർത്ത് തുടങ്ങി വെച്ച വിപ്ലവം ലെബനീസും ഇമ്മാനുവൽ കാന്റും പൂർത്തിയാക്കുകയാണ്. ലെബനീസും ഇമ്മാനുവൽ കാന്റും അത് പൂർത്തിയാക്കിയപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എൻലൈറ്റൻമെൻറ്റ്. അതുകൊണ്ടാണ് മോഡേണിസം എൻലൈറ്റൻമെൻറ്റിനെ പ്രസവിച്ചു, എൻലൈറ്റൻമെൻറ്റ് ആധുനിക ജനാധിപത്യ വ്യവസ്ഥിതിയെ പ്രസവിച്ചു എന്ന് പറയുന്നത്. പിന്നീട് എൻലൈറ്റൻമെൻറ്റിൽ നിന്നാണ് പിന്നീട് ഡെമോക്രസിയുടെ ആശയം വികസിച്ച് വരുന്നത്, ആധുനിക ഡെമോക്രസി. പ്രിയമുള്ളവരെ, റാഷണലിസത്തെ ഐഡിയലിസ്റ്റുകൾ പല രീതിയിലും വിമർശിച്ചിട്ടുണ്ട്. അതിലെ ഒരു വിമർശനം ഇപ്രകാരമാണ്. അവര് ഐഡിയലിസ്റ്റുകൾ പറയുന്നത് ദെക്കാർത്തിൻ്റെ രീതി അനുസരിച്ച്, ദെക്കാർത്ത് ഒരു കത്തോലിക്ക സഭയുടെ അനുയായിയായിരുന്നു, വിശ്വസ്തനായിരുന്നു. അദ്ദേഹം തൻ്റെ ഓരോ പ്രബന്ധവും രചിക്കുമ്പോഴും കത്തോലിക്ക പുരോഹിതന്മാരായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഈ പ്രബന്ധങ്ങൾ പലതും രചിച്ചിട്ടുള്ളത്. ലത്തീൻ ഭാഷയിലാണ് അദ്ദേഹം അത് രചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്ന ആ മൂന്ന് ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസിലാണ് ശാസ്ത്രം വളരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ ഒരു സബ്ജക്റ്റും പ്രകൃതി ഒരു ഒബ്ജക്റ്റും. അപ്പോൾ ദൈവ, മനുഷ്യ, പ്രകൃതി ഡിഫറൻ്റാണ് എന്നുള്ള ആ ഒരു അസംഷനിലാണ് കാർട്ടീസിയൻ ചിന്തകൾ, ദെക്കാർത്തിൻ്റെ ചിന്തകൾ വികസിപ്പിച്ചു വന്നത്. ദെക്കാർത്താണ് ആൾജിബ്രയെയും ജോമെട്രിയെയും കൂട്ടിഘടിപ്പിച്ച് അനലിറ്റിക്കൽ ജോമെട്രി എന്ന ശാസ്ത്രശാഖ വികസിപ്പിച്ചെടുത്തത്. അനലിറ്റിക്കൽ ജോമെട്രിയിൽ നിന്നാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂട്ടനും
ഗലീലിയോയ്ക്കുമെല്ലാം എങ്ങനെയാണ് പുതിയ വഴികൾ തേടുക എന്നതിൻ്റെ അടിത്തറ കെടുക്കുന്നത് ദെക്കാർത്തിലാണ്. അപ്പോൾ ദെക്കാർത്തിൻ്റെ ഈ പ്രിൻസിപ്പിളിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്പീനോസ മുതലായവർ രംഗത്ത് വന്നത്. ദെക്കാർത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവം മനുഷ്യൻ രണ്ടാണ് എന്നതിനെ സ്പീനോസ നേരെ തലതിരിച്ചിട്ട് പറയാണ്, ദൈവമല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല. ദൈവവും പ്രകൃതിയും ഒന്നാണ്. ദൈവമല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല, പ്രകൃതിയിലില്ലാത്തതൊന്നും ദൈവമല്ല. ഇതാണ് സ്പീനോസയുടെ ആർഗ്യുമെന്റ്. അപ്പോൾ അങ്ങനെ മനുഷ്യനെയും ദൈവത്തെയും പ്രകൃതിയെയും യൂണിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അതാണ് സ്പീനോസയെ കാണുന്നത്. ഇതിൽ നിന്നാണ് ഫിച്ചെയും ഷെല്ലിങ്ങും, അതിൽ പ്രധാന സംഭാവന നൽകിയത് ഷെല്ലിങ്ങാണ്. ഷെല്ലിങ് ഒരു പുതിയ ഫിലോസഫി ഉണ്ടാക്കുകയാണ്. ആ ഫിലോസഫിയുടെ പേര് നേച്ചർ ഫിലോസഫി എന്നാണ്. അതുവരെ ഉണ്ടായിരുന്ന ഫിലോസഫിയുടെ പേര് ഫിലോസഫി ഓഫ് നേച്ചർ എന്നാണ്. അപ്പം നേച്ചർ ഫിലോസഫിയും ഫിലോസഫി ഓഫ് നേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേച്ചർ ഫിലോസഫി അനുസരിച്ച് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ ഒന്ന് പരിശോധിക്കുക. എന്താണ് ഈ കോൺഷ്യസ്നെസ്? ബോധം എന്ന് പറയുന്നത് എന്താണ്? ആ കോൺഷ്യസ്നെസ്സിനെ പരിശോധിച്ചാൽ കാണാം, ഞാൻ എന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു കണ്ണാടിയിൽ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ചിന്ത. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ചിന്തിക്കണേ? ഏറ്റവും അടിസ്ഥാനപരമായി സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കണത്. അപ്പം ഞാൻ പുറത്ത് കണ്ണാടിയിൽ എന്നെ കാണുന്നതിന് പകരം ഞാൻ അകത്ത കണ്ണാടിയിൽ എന്നെ കാണുന്നതാണ് ചിന്ത. അത് വെച്ചിട്ട് ഷെല്ലിങ് പറയാണ്, എന്നിൽ ഒരു പെയറിങ് നടക്കുകയാണ്. ഒരു പെയറിങ്, ഒരു ദ്വൈതത്വം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ യൂണിഫൈഡ് ആണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ തന്നെ എന്നെ തന്നെ നിഷേധിക്കുകയാണ്. അതാണ് ചിന്തയായിട്ട് വരുന്നത്. ഐസ് നീരാവി ആവുന്നത് പോലെ ഐസ് തന്നെയാണ് നീരാവിയായിട്ട് വരുന്നത്. വെള്ളം തന്നെയാണ് നീരാവിയായിട്ട് വരുന്നത്. ഐസ് ഇങ്ങനെ പുകഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പെയറിംഗ് ആണ്. അത് എന്നെ തന്നെ നിഷേധിക്കലാണ്. അതാണ് പിന്നീട് ഹെഗൽ വികസിപ്പിച്ചെടുത്തത്. എന്നിട്ട് ആൾ പറയാണ്, ഈ പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം, ഈ പ്രകൃതിയുടെ ഓരോ അണുവിൻ്റെ ഉള്ളിലും ഈ പെയറിംഗ് ഉണ്ടെന്ന്. അപ്പം പ്രകൃതിക്ക് തന്നെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെന്ന്. പ്രകൃതിക്ക് തന്നെ ഒരു കോൺഷ്യസ്നെസ്. അപ്പം പ്രകൃതിയെ ഒരു വ്യക്തിയായിട്ട് കാണാണ്. അപ്പം പ്രകൃതിയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പെയറിംഗ്, തന്നെ നിഷേധിക്കൽ, അതാണ് പിന്നീട് നിഷേധിച്ച് ഈ പ്രപഞ്ചമായിട്ട് രൂപപ്പെടുന്നത്. അങ്ങനെ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയതാണ്, പ്രകൃതിയുടെ പൂർണ്ണ വളർച്ച എത്തിയതാണ് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്. അപ്പം മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എങ്ങനെ ഉണ്ടായി? അതില്ലാത്തതല്ല. ആ പ്രകൃതിക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ പ്രകൃതി പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ എന്തായി മാറി? മനുഷ്യനായി മാറി. അപ്പൊ അങ്ങനെയാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഡൈക്കോട്ടമി ദെക്കാർത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീർക്കാനായിട്ട് ആര് ശ്രമിക്കുന്നത്? ഷെല്ലിങ് ശ്രമിക്കുന്നത്. ഈ ഷെല്ലിങ് ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗദ്ദെ എന്ന് നമ്മൾ പറയും. ഗദ്ദെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, ജർമ്മനിയിലുണ്ട്. ആ ഗദ്ദെ ഒരു ബോട്ടണിയുടെ ടെക്സ്റ്റ് എഴുതിയുണ്ടാക്കി. ആ ബോട്ടണിയുടെ ടെക്സ്റ്റിൽ പടം വരച്ചിട്ടാണ് ഉണ്ടാക്കിയത്.
വിത്തിൽ നിന്ന് ചെടി വരുന്നു, ചെടിയിൽ നിന്ന് മരം വരുന്നു, മരത്തിൽ നിന്ന് പൂക്കുന്ന മരം ഉണ്ടാകുന്നു, അതിൽ നിന്ന് വീണ്ടും കായുണ്ടാകുന്നു. ആ ആശയമാണ് പിന്നീട്, കാരണം ഷെല്ലിങ്ങും ഗദ്ദയും ഹെഗലിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് ഹെഗല് തൻ്റെ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഹെഗല് ഷെല്ലിങ്ങിൻ്റെ ശിഷ്യനെ പോലെ നടന്നിരുന്നതാണ്. പക്ഷേ ജന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ പോസ്റ്റ് കിട്ടിയത് ഹെഗലിനാണ്. ഹെഗല് മരിച്ചതിന് ശേഷമാണ് പിന്നീട് ഷെല്ലിങ്ങിനെ ജർമ്മനിയിൽ നൽകിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകിയിട്ട് ഒരു അധ്യാപകനായി ജർമ്മൻ ഗവൺമെൻറ് നിയമിക്കുന്നത്. അപ്പം നമുക്ക് തിരിച്ചു വരാം. അപ്പം ഈ ഷെല്ലിങ്ങിൻ്റെ ആശയത്തെ എങ്ങനെ മനസ്സിലാക്കാം? അതാണ് റൊമാൻറ്റിക് കവിതകൾ. ഇപ്പോൾ കേരളത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വയലാറിൻ്റെ ഒരു കവിത, ഒന്നോ രണ്ടോ കവിത നമുക്ക് പരിശോധിച്ച് നോക്കാം. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ. അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ആ പ്രകൃതിയിലെ പുഴേനെ ആരായിട്ട് കാണുകയാണ്? ഒരു വ്യക്തിയായിട്ട് കാണുകയാണ്. അല്ലെങ്കിൽ വയലാറിൻ്റെ വേറൊരു ഇത് എടുക്കാം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. അപ്പം ഇവിടെ ചെയ്യുന്നത് എന്താണ്? പ്രകൃതിക്ക് വ്യക്തിത്വഭാവം നൽകിയിട്ടാണ് കവിതകൾ എഴുതുന്നത്. അങ്ങനെയാണ് യൂറോപ്പിൽ വേർഡ്സ്വർത്തും ഷെല്ലിയും അവരൊക്കെ പ്രകൃതിയിലെ വസ്തുക്കളെ ഒരു വ്യക്തിഭാവം കൊടുത്ത് കവിതകൾ എഴുതാൻ തുടങ്ങിയതാണ് റൊമാൻറ്റിക് കവിതകൾ എന്ന പൊതുനാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ മുൻപ് വേറെ രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിലുണ്ട്, അത് വേറൊരു സമയത്ത് കൂടുതൽ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഷെല്ലിങ് ഇത്തരം ഒരു ആശയം നൽകി. പ്രകൃതിയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ബോധത്തിൽ കാണുന്ന ഈ പെയറിംഗ് ഉണ്ട്, അത് വളർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതിൻ്റെ പൂർണ്ണതയാണ് മനുഷ്യൻ, അതിൻ്റെ പൂർണ്ണതയാണ് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്. അപ്പം മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? ഒരു ഒബ്ജക്റ്റിനെ ധ്യാനിക്കല്ല, മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അന്വേഷണം. അതിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാകുന്നത്. കേട്ടിട്ടില്ലേ? ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൗരാണികന്മാരുടെ വാദഗതികളാണ്. ഗംഗാ നദിയെയൊക്കെ ഒരു വ്യക്തിയായിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത്. അപ്പോൾ റൊമാൻറ്റിസിസം ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ നിന്ന് അകലെ നിൽക്കുന്നതല്ല, പ്രകൃതിയെ ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അപ്പോൾ ഇതിനെ ഹെഗൽ എങ്ങനെ മാറ്റി? അപ്പോൾ ഹെഗലിലേക്ക് വരുമ്പോൾ നിങ്ങളെപ്പോഴും ബീയിങ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ നിർവചനം കാണും. ബീയിങ് അത് പരമ്പരാഗത നിർവചനമല്ല. പരമ്പരാഗത നിർവചനം അനുസരിച്ച് ബീയിങ് എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് ബീയിങ് എന്ന് വിളിക്കുക. എന്നാൽ ഹെഗേലിയൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ മൊത്തം കോണ്ടെക്സ്റ്റിൽ ബീയിങ് എന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ബീയിങ്ങിൻ്റെ ഉള്ളിൽ ഒരു പെയറിംഗ് ഉണ്ട്. അതിനെയാണ് ബീയിങ് നോൺ ബീയിങ് എന്ന പെയറിംഗ് ആയിട്ട് ഒരേ സമയം ആകുന്നു, അതേസമയം അതല്ലാതാകുന്നു. ഞാൻ മുൻപ് എൻ്റെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വിത്ത് ഇല്ലാതായി ഒരു ചെടിയായി മാറുന്നു, ആ ചെടി ഇല്ലാതായി മരമായി മാറുന്നു, മരമില്ലാതായി അനേകം വിത്തുകളായി മാറുന്നു. അപ്പം മുൻപുള്ളതിൻ്റെ സകലറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട്, മുൻകാലഘട്ടത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രൂപമായി വളരുന്നു. അതിനെയാണ് ഹെഗേലിയൻ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. ശാസ്ത്രമായാലും പ്രകൃതിയായാലും ചരിത്രമായാലും എല്ലാം അങ്ങനെയാണ് വളരുന്നത്. അപ്പം ഈ വളർച്ച ഒരു സ്വയം ചലിത പ്രക്രിയയാണോ, അതോ വേറെ വല്ല ശക്തിയും ഇതിനാവശ്യമുണ്ടോ?
ഇത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ചിന്തിച്ചിട്ടുള്ളതാണ്. ചെടികൾ വളരുന്നു, മൃഗങ്ങൾ വളരുന്നു, ഞാൻ വളരുന്നു, സമൂഹം വളരുന്നു, ചരിത്രം മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഊർജം എവിടെ നിന്നാണ്? ഇതിൻ്റെ ആനിമ എവിടെ നിന്നാണ് ആനിമ വരുന്നത്? ഒരു വിത്ത് വെള്ളത്തിലിട്ടാൽ ആ വിത്ത് ചെടിയായി മാറണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി വരണല്ലോ. ഈ ശക്തി എവിടെ നിന്നാണ്? അപ്പോഴാണ് പഴയ കാലത്തെ ചിന്തകന്മാർ ഓരോന്ന് കണ്ടുപിടിച്ചത്. ചിലർ പറഞ്ഞു അഗ്നിയാണ് എല്ലാം ചലിപ്പിക്കുന്നത്. അവരെയാണ് നാം അഗ്നി ആരാധകരെന്ന് വിളിക്കുക. വേറെ ചിലർ പറഞ്ഞു ജലമാണ് എല്ലാം ചലിപ്പിക്കുന്നത്. അവരാണ് ജലത്തിനെ ആരാധിക്കുന്നവര്. വേറെ ചിലർ പറഞ്ഞു വായുവാണ് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച് വായുവാണ് ചലനത്തിൻ്റെ സ്രോതസ്. അപ്പൊ വായുവാണോ? അത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ കാണാം. അഗ്നിയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ജലത്താൽ നീ മാമുദീസ മുങ്ങുക. യേശു പറയുന്നുണ്ട്, ജലത്തിൽ വീണ് അഴുകുന്നില്ല എങ്കിൽ. വായു കൊടുങ്കാറ്റായി വന്നു. അപ്പൊ ഇതൊക്കെ പുരാതന മതങ്ങളിലെ സിംബൽസാണ്. ഹെഗലെ അതിനെ മാറ്റി ബിബ്ലിക്കൽ സിംബൽ എടുക്കുകയാണ്. അണ്ട് ഹെഗല് പറയാണ്, ഈ ബീയിങ്ങും നോൺ ബീയിങ് തമ്മിലുള്ള ഈ പ്രോസസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് അദ്ദേഹം ഒരു പേര് കൊടുത്തു. ആ പേരാണ് ഒബ്ജക്റ്റീവ് സ്പിരിറ്റ്. അദ്ദേഹം കൊടുത്ത പേരാണ് ഒബ്ജക്റ്റീവ് സ്പിരിറ്റ്. അപ്പൊ ഡയലക്റ്റിക്കൽ പ്രോസസ്സ് തന്നെത്താൻ സംഭവിക്കുന്നതല്ല. അതിൻ്റെ പിറകിലൊരു ആനിമയുണ്ട്, ആനിമ. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് സ്പിരിറ്റിന് താൻ ആരാണെന്ന് വല്ല അറിവുണ്ടോ? ഇല്ല. ഒബ്ജക്റ്റീവ് സ്പിരിറ്റിന്റെ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവവും എന്താണ്? ഫയറിംഗ് ആണ്. തന്നെ നിഷേധിച്ച് പ്രകൃതിയെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ആരാണെന്ന് പരിശുദ്ധാത്മാവിന് മനസ്സിലായി. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ദൈവം സർവജ്ഞാനിയാണോ? അല്ല. അദ്ദേഹം പ്രകൃതിയെ ഉണ്ടാക്കി, ജീവജാലങ്ങളെ ഉണ്ടാക്കി, പുഴകളുണ്ടാക്കി. അപ്പോഴാണ് അദ്ദേഹം ഞാൻ ആരാണെന്ന് തിരിച്ചറിയണത്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അതിനേക്കാൾ വലിയൊരു പുലിവാലിൽ ഈ പരിശുദ്ധാത്മാവ് പോയി പെട്ടു. എന്താണ്? മനുഷ്യന് ആത്മാവുണ്ട്. ആ ആത്മാവിനെ വിളിച്ച പേരാണ് സബ്ജക്റ്റീവ് സ്പിരിറ്റ്. അപ്പൊ ദൈവാത്മാവിനെ വിളിച്ച പേരെന്താണ്? ഒബ്ജക്റ്റീവ് സ്പിരിറ്റ്. മനുഷ്യാത്മാവിനെ വിളിച്ച പേരെന്താണ്? സബ്ജക്റ്റീവ് സ്പിരിറ്റ്. അപ്പൊ എന്താണ് ഇതിന് ഒബ്ജക്റ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത്? വിത്തിനകത്തുള്ള ആനിമ എന്തിനെയാണ് ചെടിയാക്കി മാറ്റുന്നത്? അതിനകത്തുള്ള മുകുളത്തെയാണ് ചെടിയാക്കി മാറ്റുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവ് എന്തിനെയാണ് പ്രപഞ്ചമായും പ്രകൃതിയായും മനുഷ്യനായും സമൂഹമായും അതിൻ്റെ ലക്ഷ്യമായി ആദർശ സമൂഹമായും രൂപാന്തരപ്പെടുത്തുന്നത്? ആ ആദർശ സമൂഹമാണ് ചരിത്രത്തിൻ്റെ ലക്ഷ്യം. ഇതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് മനുഷ്യനുണ്ടാക്കിയതോടുകൂടി ഏതിലൂടെയാണ് ചെയ്യുന്നത്? വിത്തിനകത്തെ ആനിമ, അതിനകത്തെ ജേമിനെ പൂർണ്ണ വളർച്ച എത്തിക്കുന്നതാണ് ചെടി. അതുപോലെ പ്രകൃതിക്കകത്ത് ഒരു ജേമുണ്ടോന്ന്, ആ ജേമാണ് ക്രിസ്തു, ലോഗോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിയോളജിക്കൽ വർക്ക്സ് എന്ന പുസ്തകത്തിൽ ആൾ എഴുതി വെച്ചത്, ലോഗോസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രണ്ട് പോലെ പറയുന്നു. ഒന്ന് ലോഗോസിനെ വ്യക്തിയായിട്ടും, രണ്ട് ലോഗോസിനെ ഒരു നൗണായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. നൗണായിട്ട്. ആ നൗണാണ് ലോഗോസ്. അതിനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ലക്ഷ്യം.
അതുകൊണ്ടാണ് അതിന് ഒബ്ജക്റ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളോ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചാലോ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടില്ല. അതിന് അദ്ദേഹം പൗലോസ് ശ്ലീഹയെ കൂട്ടുപിടിക്കുകയാണ്. അതവിടെ എഴുതുന്നില്ല. വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലാണല്ലോ ദൈവരാജ്യം. ആ ദൈവരാജ്യം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അറിയും? അതിൻ്റെ വിശുദ്ധ പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ അന്തർഗതം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിനാണ് ദൈവത്തിൻ്റെ ഹിതം അറിയുക. നിന്റെ ആത്മാവിന് ആരുടെ ഹിതം അറിയാം? നിന്റെ ഹിതം എന്താണെന്നറിയാം. അപ്പം നിന്റെ ഉള്ളിലിരിപ്പ് അറിയുന്നത് നിന്റെ ആത്മാവിനാണ്, ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ് അറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ് അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നടപ്പിലാക്കാൻ പറ്റും. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ആ പൗലോസിൻ്റെ ആ വാചകങ്ങളെ അദ്ദേഹം സെക്കുലറായിട്ട് എഴുതി വെച്ചു. ഒബ്ജക്റ്റീവ് സ്പിരിറ്റിനെ സബ്ജക്റ്റീവ് സ്പിരിറ്റ് അംഗീകരിക്കുമ്പോൾ അത് ആബ്സല്യൂട്ട് സ്പിരിറ്റായിട്ട് രൂപാന്തരപ്പെടും. അപ്പോൾ ആബ്സല്യൂട്ട് സ്പിരിറ്റാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, എൻഡ് ഓഫ് ദ ഹിസ്റ്ററി, പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു. ദൈവത്തിന് മനുഷ്യൻ്റെ സഹായം കൂടാതെ ചരിത്രത്തെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയില്ല എന്ന് വന്നു. അപ്പോൾ ഹെഗലിൻ്റെ സിസ്റ്റത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തില്ല? പൂർണ്ണജ്ഞാനില്ല. ദൈവത്തിന് എന്തില്ല? പൂർണ്ണ ശക്തിയില്ല. അപ്പൊ പരമ്പരാഗതമായി ദൈവത്തെക്കുറിച്ചൊരു നിർവചനമുണ്ട്. എന്താണ് നിർവചനം? ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്. ഇവിടെ വന്നപ്പോൾ ദൈവം സർവജ്ഞാനിയുമല്ല, ദൈവം സർവശക്തനുമല്ല, ദൈവം സർവവ്യാപിയുമല്ല. കാരണം ബൈബിളിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, നീ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അദ്ദേഹം സർവവ്യാപിയാണോ? അല്ല. ഞാൻ എന്താ ചെയ്യാമെന്ന് ദൈവത്തിന് അറിയില്ലേ? കാരണം ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, തോന്നിയത് ചെയ്യും. ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റണമെന്നില്ലേ? അപ്പൊ സർവജ്ഞാനിയുമല്ല, സർവശക്തനുമല്ല. അപ്പം പ്രിയമുള്ളവർ, ഇതാണ് ഹെഗലിൻ്റെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ ചരിത്രത്തിലൂടെ പരിശുദ്ധാത്മാവാണ് എല്ലാറ്റിൻ്റെയും ശക്തി. അതാണ് ഈ ഡയലക്റ്റിക്കൽ പ്രോസസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രപഞ്ചത്തെയും ചരിത്രത്തെയും മുന്നോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ചരിത്രം മുന്നോട്ട് പോകണമെങ്കിൽ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവും വ്യക്തിയാത്മാവും തമ്മിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ആബ്സല്യൂട്ട് സ്പിരിറ്റായിട്ട് മാറുള്ളൂ. അപ്പം മാത്രമേ ചരിത്രം ലക്ഷ്യത്തിലെത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് സ്പിരിറ്റ്. അപ്പം ഇവിടെ ഒരു കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. മനുഷ്യനെ കൂടാതെ ദൈവത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഈ പ്രവൃത്തി ചെയ്താൽ മാത്രമേ ദൈവത്തിന് പോലും എന്താണ് എൻഡെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ക്രിസ്തു മതത്തിലെ ദൈവവും മറ്റു മതങ്ങളിലെ ദൈവവും തമ്മിൽ വ്യത്യാസം എന്നതാണ് ഹെഗല് അവതരിപ്പിക്കുന്ന പ്രധാന പ്രമേയം. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഷെല്ലിങ്ങിൽ നിന്ന് എപ്രകാരം ഹെഗൽ വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തനായിരിക്കുന്നത്
ഷെല്ലിങ്ങിൻ്റെ പ്രൊജക്റ്റിനകത്ത് പ്രപഞ്ചത്തിന് പുറത്തുനിന്ന് വേറൊരു ശക്തി ഇതിലേക്ക് കടക്കുന്നില്ല. ഇതിന് തന്നെ ഒരു ആനിമയുണ്ട്. പക്ഷേ ഈ ആനിമ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള ആനിമയാണോ ദൈവത്തിൻ്റെ ആനിമയാണോ എന്ന ഈ വ്യത്യാസം ഹെഗലിൻ്റെ ഏർലി വർക്ക്സ് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുള്ളൂ. അതിന് ഏർലി തിയോളജിക്കൽ വർക്ക്സ് എന്ന് പറയുന്ന പുസ്തകം തന്നെ വായിക്കണം. അപ്പം അങ്ങനെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ദൈവാത്മാവാണ് എന്നും അതിൽ മനുഷ്യൻ്റെ സഹകരണം കൂടാതെ കഴിയില്ല എന്നുള്ള ഈ ഹെഗലിൻ്റെ ഈ ആശയത്തെ എങ്ങനെയാണ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെയാണ് ഹെഗലിൻ്റെ വേറൊരു പ്രത്യേകത. ഹെഗൽ പറയുന്നത് ക്രിസ്തുമതത്തിൽ മാത്രമേ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയമുള്ളൂ എന്നാണ്. എന്താണ് ഹെഗൽ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം? ബാക്കി എല്ലാ മതങ്ങളിലും ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്. അപ്പോൾ ദൈവമില്ലാത്ത ഒരു സ്പേസ് മനുഷ്യനില്ല. അതായത് മറ്റാരും ഇടപെടാത്ത ഒരു സ്പേസ് മനുഷ്യനിലുണ്ടാകുന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപിൽ ദൈവം സ്വയം ഷണ്ഡനായി മാറി. ഒന്നുകൂടി പറയാം, God became a eunuch before the freedom of man. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയം ഷണ്ഡനായ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദൈവങ്ങളും സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. അപ്പം മനുഷ്യൻ്റെ അറിവിനോ മനുഷ്യൻ്റെ പ്രവർത്തന മണ്ഡലത്തിനോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനോ യാതൊരു ഇടവും തത്വജ്ഞാനികളുടെ ദൈവത്തിനില്ല. പക്ഷെ തത്വജ്ഞാനികൾക്ക് ഇതിനപ്പുറത്തൊരു ദൈവത്തെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, എല്ലാ തത്വജ്ഞാനികളും യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ ആ കല്ലിൽ തട്ടി കാലിടറി വീഴും. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ദൈവത്തെ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാക്കാം, അപ്പം മനുഷ്യൻ പൂജ്യവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിനെ സർവ്വവ്യാപിയോ സർവജ്ഞാനിയോ അല്ല എന്ന് പറയാം, അപ്പം മനുഷ്യന് പ്രസക്തിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഹെഗലിൻ്റെ ആബ്സല്യൂട്ട് സ്പിരിറ്റ്, സബ്ജക്റ്റീവ് സ്പിരിറ്റ് എന്നുള്ളതിൽ ആ സബ്ജക്റ്റീവ് സ്പിരിറ്റിന് ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുണ്ട്. പക്ഷെ ആ പങ്ക് പൂർണ്ണതയിലെത്തണമെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് ചേരണം. എങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്നതാണ് ഹെഗലിൻ്റെ ആബ്സല്യൂട്ട് സ്പിരിറ്റിനെ കുറിച്ചുള്ള വിശകലനം നമ്മെ പഠിപ്പിക്കുന്നത്. താങ്ക് യു.